ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ഉക്കാര എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ കടലപ്പരിപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആദ്യമേ തന്നെ 1 കപ്പ് കടലപ്പരിപ്പ് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ ഒരു അരിപ്പയിലിട്ട് വാറ്റി കളയുക. അതിനുശേഷം വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നമ്മളത് മിക്സി ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല, അങ്ങനെ തന്നെ അരച്ചെടുത്താൽ മതി. പിന്നെ നമ്മളൊരു പ്ലേറ്റിൽ നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഈ അരച്ച പേസ്റ്റ് കോസായിട്ട് അരച്ചിട്ട് തരിതരിപ്പായി അരച്ച ആ കടലപ്പരിപ്പിനെ അതിൽ പരത്തി കൊടുത്തിട്ട് നമുക്കത് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം, ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രത്തിലോ കുക്കറിലോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. 10 മിനിറ്റിന് ശേഷം നല്ലപോലെ അത് വെന്ത് കിട്ടും. അതിനുശേഷം അത് നമ്മളൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് ഒന്ന് പൊടി പോലെ ആക്കിയെടുക്കണം. കൈ കൊണ്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കട്ടിയില്ലാതെ ഉടച്ചെടുക്കണം. അതിനുശേഷം അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം നമുക്ക്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ 1 കപ്പ് ശർക്കര എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കതൊന്ന് ശർക്കര പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1.25 കപ്പോ അങ്ങനെ വല്ലതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സാധാരണയായിട്ട് അതേ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ അത് ഉരുകിയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അതിൽ കല്ലോ വല്ലതും ഉണ്ടെങ്കിൽ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ചെടുത്ത ശേഷം നമുക്കിതൊന്ന് പാകം ഉണ്ടാക്കിയെടുക്കണം, ശർക്കര പാക്. ഇപ്പോൾ ശർക്കര പാകം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, അപ്പോൾ അതിൻ്റെ പാകം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് നല്ലപോലെ ഇതുപോലെ കട്ടിയായി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് ഒറ്റിച്ച് കൊടുത്താൽ അതങ്ങനെ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കും. അതാണ് ശരിയായിട്ടുള്ള പാകം. അത് ഉരുട്ടി നോക്കുമ്പോൾ നമ്മൾ മിഠായി പോലെ നല്ലപോലെ ഉരുട്ടാനും വരും. അതാണ് ശരിയായിട്ടുള്ള പാകം. ആ സമയത്ത് നമുക്ക് ഈ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചെറുതീയിൽ വെച്ച് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ഉക്കാരയ്ക്ക് നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്വാദുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണയായിട്ടിത് ദീപാവലി സമയത്തൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നെയ്യ് നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നമുക്കിതുപോലെ നിന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിതിലേക്ക് ഇപ്പോൾ നല്ലപോലെ കട്ടിയായി കഴിഞ്ഞ് വെള്ളം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു നുള്ള് പച്ചക്കർപ്പൂരമാണ്. സാധാരണ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരമല്ല, പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ഒരേ ഒരു നുള്ള് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരുപാടായാൽ അതിൻ്റെ മണം ഒരുപാടായി പോകും. അപ്പോൾ പിന്നെ നമുക്കത് കഴിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാഷ്യൂനട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ വറുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉക്കാര നല്ല അടിപൊളിയായിട്ടുള്ള ഉക്കാര റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.